ഈ രണ്ടാമത്തെ ഏരിയ, നിയമങ്ങളെല്ലാം ആരാണ് നിശ്ചയിക്കുന്നത്? ദീനിലെ നിയമങ്ങൾ നിശ്ചയിക്കുന്നത് ആരാ? അള്ളാഹു. സംശയമില്ല. റസൂലുണ്ടോ? ഇല്ല. അള്ളാഹുവാണ് ശരീഅത്തിന്റെ ശറഇന്റെ നിയമങ്ങളെല്ലാം നിശ്ചയിക്കുന്നവൻ അള്ളാഹ്. അതുകൊണ്ട് അള്ളാഹുവിന് ശാരിഅ് എന്ന് പറയും. ശാരിഅ്, ശരീഅത്ത് നിയമങ്ങൾ നിശ്ചയിക്കുന്നവൻ, അതാണ് ശാരിഅ്. ഇപ്പൊ ശാരിഅ് ആരാന്ന് വെച്ചാൽ ശാരിഅ് അള്ളാഹ്. ശാരിഅ് അള്ളാഹ്, റസൂൽ ശാരിഅ് അല്ല. റസൂൽ മുബല്ലിഗാണ്. അള്ളാഹു നിശ്ചയിച്ച നിയമത്തെ അള്ളാഹിന്റെ അടിമകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളാണ്, മുബല്ലിഗാണ്, പ്രബോധകനാണ് നബി. നബിക്ക് നിയമം ഉണ്ടാക്കാൻ അധികാരമില്ല. ഒമാ യന്തിഖു അനിൽ ഹവ, അതല്ല ഇസ്ലാമിക നിയമം. മറ്റു വേറെ അതിപ്പോൾ അതിന് ഭാഷ പറയാം. ഇപ്പൊ മജ്ലിസു തശ്രീഇ അറിയാം, നിയമസഭക്ക് നിയമസഭ, അൽ മജ്ലിസു തശ്രീഇ. ഇപ്പൊ ശരീഅത്ത് ഉണ്ടാക്കുന്ന സഭ എന്നാണ് വാക്കർത്ഥം. പക്ഷെ അത് ശിർക്കാ ചോദിച്ചാൽ ഇല്ലല്ലോ. അത് മതത്തിന് നിയമമല്ല ഉണ്ടാക്കുന്നത്, ഭൗതികമായ നിയമങ്ങളാണ്. ഇപ്പൊ ശാരിഅ് അള്ളയാണ്. ശാരിഇന്റെ മുബല്ലിഗാണ് റസൂൽ. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത, അള്ളാഹ് അറിയിച്ചു കൊടുത്തതിനെ നമുക്ക് പകർന്നു തരാം. അതാണ് ഒരു അർറഹ്മാനിസ്തവ എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് പഴയകാലത്ത് സംഭവം കാണാം. ആളെ പേര് കൃത്യമായി ഓർക്കുന്നില്ല. ഒരു അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്നയിൽപ്പെട്ടൊരു പണ്ഡിതനെ അന്ന് പിടികൂടി കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹ് അർശിൽ ഉപവിഷ്ടനായി അർറഹ്മാനിസ്തവ എന്ന് നീ പറയുന്നുണ്ടോ എന്ന് വെച്ചു. ഞാൻ പറയുന്നില്ല. അപ്പം രാജാവിന് സന്തോഷയാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞാണ്. അർറഹ്മാനിസ്തവാന്ന് അള്ളാഹ് പറഞ്ഞു, അത് റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നു. ഞാനത് സത്യാന്ന് വിശ്വസിച്ചു, നിങ്ങളത് കളവാന്ന് വിശ്വസിച്ചു. അതേ വ്യത്യാസമുള്ളൂ. അത് അള്ളാഹ് പറഞ്ഞു, റസൂൽ ഇവിടുന്ന് നമുക്ക് എത്തിച്ചെന്നു. റസൂൽ എത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സത്യമാണ്, നിങ്ങൾ പറഞ്ഞു അത് നോണയാണ്. ഇതാണ് വ്യത്യാസം. അപ്പം മറ്റേക്ക് മനസ്സിലായി അത് പോയിന്റാണ്. കാരണം നമ്മളെ വക പറഞ്ഞില്ലല്ലോ. അള്ളാഹ് എന്താണ് പഠിപ്പിച്ചത് അത് അതേപടി സത്യപ്പെടുത്തുന്നു. ശാരിഅ് അള്ളയാണ്. അതുകൊണ്ട് ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും വരേണ്ടത് അള്ളാഹുവിൽ നിന്നാണ്. ഇസ്ലാമിൽ എന്തെല്ലാം നിയമമുണ്ടോ ആ നിയമങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്നത് അള്ളാഹു തആല. അവിടെ നിയമങ്ങളെല്ലാം വരിക റബ്ബിൽ നിന്നാണ്. റബ്ബിൽ നിന്ന് വരുന്നത് എങ്ങനെ നമുക്ക് വരിക? അള്ളാഹുവിൽ നിന്ന് വരുന്ന വഴി ഏതാ? എങ്ങനെ കിട്ടുക? വഹി. അള്ളാഹു എന്നുള്ള സംസാരം എന്നുള്ളത് വഹിയാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ അസ്ല് വഹിയാണ്. മത നിയമങ്ങളുടെ അടിസ്ഥാനം വഹിയാണ്. വഹി രണ്ടെണ്ണമാണ്. ഏതാ? വഹി രണ്ടെണ്ണം. ഏതാണ്ട് വഹി? ഖുർആൻ ഹദീസും. എന്താ പത്ര വേജാറായന്? രണ്ട് വഹി, ഒന്ന് ഖുർആൻ, രണ്ട് ഹദീസ്. അപ്പൊ നിയമങ്ങളെല്ലാം എവിടുന്ന് കിട്ടും? ഖുർആൻ ഹദീസ് കിട്ടും. കാരണം മത നിയമങ്ങളെല്ലാം അള്ളാഹുയാണ് ശാരിഅ്. അള്ളാഹു തആല ശരീഅത്തായി നിശ്ചയിച്ചതിനെ അള്ളാഹ് വഹയ്യായി ഭൂമിയിലേക്ക് ഇറക്കി തരുന്നു. അത് നമുക്ക് കിട്ടുന്ന രണ്ട് സോഴ്സുകൾ, ഒന്ന് ഖുർആന്, മറ്റൊന്ന് ഹദീസ്. അപ്പൊ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാന സ്രോതസ് ഖുർആനും ഹദീസുമാണ്. ഇത് ഒരു അടിസ്ഥാനം. ഇപ്പൊ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ ചോദിക്കുക. അതുകൊണ്ടാണ്. കാരണം ശരീഅത്ത് നിയമം ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹ് ഉണ്ടാക്കിയ നിയമം പഠിപ്പിക്കാൻ നബിക്ക് മാത്രമേ അധികാരമുള്ളൂ. അള്ളാഹ് നബിക്ക് വഹയി കൊടുക്കുന്നു. ആ വഹയി ഒന്നുകിൽ ഖുർആനാവാം, അല്ലെങ്കിൽ ഹദീസാവാം. അതിലാണ് എല്ലാ നിയമങ്ങളും ഉള്ളത്. അതുകൊണ്ട് ഇസ്ലാമിലെ നിയമങ്ങളെ മുഴുവൻ അന്തസത്ത, അതിൻ്റെ ആകത്തുക, അതിൻ്റെ ബേസ് ഖുർആനിലോ ഹദീസിലോ ഉണ്ടായിരിക്കും. എന്നാൽ ലോകത്ത് സംഭവിക്കാൻ പോണ എല്ലാ കാര്യങ്ങളുടെയും നിയമം ഇതാകുന്നു, വിധി ഇതാകുന്നു എന്ന് ഖുർആൻ ഹദീസ് ഉണ്ടാവുക വെച്ചാലോ? ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ എല്ലാം ഒരു അസ്ല്, ഒരു ബേസ് ഖുർആൻ ഹദീസിലും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം തന്നെ മദ്യം കഴിക്കാൻ പാടില്ല. ഹദീസ് പറഞ്ഞതാണ് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധം. അത് മതി. ഈ ലഹരി ഉണ്ടാക്കണം 100 ഐറ്റം വന്നാലും ആ ഓരോന്ന് ഹദീസിലുണ്ടാവോ? ഉണ്ടാവില്ല. എന്നാ ചൊല്ലേണ്ട ഓരോ ദിക്റും ഹദീസിലുണ്ടാവോ? ഉണ്ടാവും. ചൊല്ലേണ്ട ഓരോ ദിക്റും ഹദീസിലുണ്ടാവും. നിസ്കരിക്കേണ്ട ഓരോ നിസ്കാരവും ഹദീസിലുണ്ടാവും. നോക്കേണ്ട ഓരോ നോമ്പും ഹദീസിലുണ്ടാവും. കാരണം എന്താ? അത് ഇജ്തിഹാദിയല്ല. അത് നേരത്തെ പറഞ്ഞ
രണ്ടാമത്തെ ഇനം ഏതാ? തൗഖീഫി. ശ്രദ്ധിക്കണില്ല, തൗഖീഫിയാണ്. തൗഖീഫിയാകുമ്പോൾ എന്താണോ പറഞ്ഞത് അത് ചെയ്യാം. അപ്പൊ എല്ലാ നിസ്കാരം കൂടി ഖുർആൻ ഹദീസിൽ നിന്ന് കിട്ടുമോ? കിട്ടും. കിട്ടാത്തുണ്ടെങ്കിലോ നിസ്കരിക്കാൻ പറ്റൂല. ഒരു നിസ്കാരം ഉണ്ട് നാട്ടിൽ, അത് ഖുർആൻ ഹദീസിൽ കാണുന്നില്ല, അതിനർത്ഥം ആ നിസ്കാരം ഇല്ല എന്നാണ്. ഇബാദത്ത് മാത്രമല്ല, വിശ്വാസം അതിനോട് വരിക തഅബ്ബുദി എന്ന് വേണമെങ്കിൽ പറയാം. ഇബാദത്തായി അർപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആരാധനയുടെ ഭാഗമായി ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് മൊത്തം തൗഖീഫി. അപ്പൊ അല്ലാത്തതിലാണ് ഏത് വരിക? ഇതിനപ്പുറത്തേക്ക് വ്യക്തമായി ഖുർആനോ ഹദീസിലോ പറയാത്തൊരു കാര്യം ഖുർആനും ഹദീസും പറഞ്ഞതിനെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കി പോവുക. വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടില്ലാത്ത സംഗതിയെ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കി മനസ്സിലാക്കി പോകേണ്ടി വരും. അതാണ് ഇജ്തിഹാദ്, ഗവേഷണം എന്ന് പറയുന്നത്. ഇജ്തിഹാദ് എന്നത് ഗവേഷണമാണ്, റിസർച്ച്. ഇപ്പൊ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞ ഒന്നിൽ ഇജ്തിഹാദ് ഉണ്ടാകുമോ? ഉണ്ടാവില്ല. വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തിൽ ഗവേഷണം നടത്തും. ഏത് വെച്ച്? ഖുർആനും ഹദീസും മുമ്പിൽ വെച്ചുകൊണ്ട്. അപ്പൊ അതിൻ്റെയും ബേസ് ഖുർആനും ഹദീസുമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന കർമ്മശാസ്ത്ര മേഖലയിലേക്ക് വരിക. അത് വ്യക്തമായി വന്ന വിശ്വാസ കാര്യങ്ങൾ നമ്മളെ ഈ ഫിഖിൽ ഉണ്ടാവില്ല. കർമ്മത്തിൽ തന്നെ തർക്കമില്ലാതെ ഖുർആൻ ഹദീസ് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഫിഖിൽ ചർച്ചയ്ക്ക് വരില്ല. നിസ്കാരം 5 വക്താണോ അല്ലേ, അത് ഇവിടുത്തെ ചർച്ചയല്ല. അത് നേക്കുന്നതിന് വ്യക്തമായി ആയത്ത് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. റമദാൻ മാസം നോമ്പ് വയ്ക്കണോ വേണ്ടേ, അത് ഫിഖ്ഹല്ല. അത് ഫിഖ്ഹിന്റെ വശമാണെങ്കിലും അതിന് ഈ പറയപ്പെട്ട ഗവേഷണം മറ്റൊന്നും ആവശ്യമില്ല. അവ വ്യക്തമായ ഖുർആനിലോ ഹദീസിലോ പഠിപ്പിക്കപ്പെടാത്ത സംഗതിയെ പഠിപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പോരുന്ന ഗവേഷണം, അതാണ് ഇജ്തിഹാദ്. ആ ഇജ്തിഹാദ് വഴി കർമ്മശാസ്ത്ര നിയമങ്ങളെ പണ്ഡിതന്മാർ മനസ്സിലാക്കി പോരും. അങ്ങനെ മനസ്സിലാക്കി പോകുന്ന ഒരു പറയും ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമം ഇതാകുന്നു, കാരണം ഖുർആൻ ഇങ്ങനെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ തത്വപ്രകാരം ഇങ്ങനെയാണ്, ഇസ്ലാമിന്റെ അസ്ലിലാണ്, ആ അസ്ലു പ്രകാരം ഇതിങ്ങനെ നിയമം എന്ന് പറയും. ആ പറഞ്ഞ് തെറ്റാം, തെറ്റാതിരിക്കാം. അത് ഓരോ വ്യക്തിക്കും അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരാൾ കുറേ കാലം പഠിച്ചു, ചിലപ്പോൾ ആദ്യകാലത്ത് പഠിച്ചത് കുറച്ച് കാലം കഴിയുമ്പോൾ ശരിയില്ലെന്ന് മനസ്സിലായിക്കൂടായില്ല. ആദ്യകാലത്ത് ശ്രദ്ധ വരാത്ത ഹദീസ് പിന്നീട് ശ്രദ്ധയിൽ പെട്ടുകൂടായില്ല. അതൊക്കെ സ്വാഭാവികമായി വരാം. ഇതാണ് മൊത്തം ഇതിലുള്ള ഒരു ഭാഗം.